മലയാള സിനിമ കാത്തിരുന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ സർവൈവൽ ത്രില്ലർ സ്റ്റോറി പറയുന്ന ആട് ജീവിതം തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. പൃഥ്വിരാജ് എന്ന നടന്റെ 10 വർഷത്തിനടുത്ത് നീണ്ടുനിന്ന ബോഡി ട്രാൻസ്ഫോർമേഷനും നൺ അതർ ക്യാൻ എന്ന് തോന്നിപ്പിക്കും വിധം ഹെവി പെർഫോമൻസും മികച്ച ക്വാളിറ്റി മികവ് പുലർത്തുന്ന സാങ്കേതിക സപ്പോർട്ടും ബ്ലസ്സി എന്ന സംവിധായകന്റെ കൃത്യമായ വിഷനും എല്ലാം ചേർന്നപ്പോ മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് ഗംഭീരം എന്നൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു മികച്ച ചിത്രമാണ് ആട് ജീവിതം. പൃഥ്വിരാജ് എന്ന നടന്റെ കരിയറിൽ ഇതുവരെ കണ്ട ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, ഏറ്റവും മികച്ച രീതിയിലുള്ള ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. ഒരുപക്ഷെ പൃഥ്വി തന്റെ കരിയറിൽ പലവട്ടം റിയൽ ലൈഫ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സെലിലോയിഡിലെ ഡാനിയലിനെക്കാളും മൊയ്തീനെക്കാളും ഒക്കെ 100% പെർഫെക്ഷൻ നൽകിയാണ് നജീബ് എന്ന കഥാപാത്രത്തിലേക്ക് അദ്ദേഹം പരകായ പ്രവേശം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ തകർന്നു പോകുന്നതിന്റെ മാക്സിമമാണ് നജീബ് എന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സിനിമയിലെ നജീബിന്റെ ഓരോ മൊമെന്റും കാണുമ്പോൾ ബെന്യാമിന്റെ ആ നോവൽ വായിച്ചിരിക്കുന്നവർക്കറിയാം, അതിലെ ഓരോ ലൈനും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അല്പം വണ്ണമൊക്കെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മാൻ, അദ്ദേഹം കൊടും ചൂടിൽ നരകിച്ച് ഒരിറ്റ് വെള്ളത്തിനായി പോലും കൊതിക്കുന്ന എല്ലും തോലുമായി മാറിയ പട്ടിണിക്കോളത്തിലേക്കാവുന്ന ഏറ്റവും ദയനീയമായ രംഗമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു ലൈറ്റ് ഹാർട്ട് പ്രേക്ഷകരെയൊക്കെ ശരിക്കും കരയിച്ചു കളയും കേട്ടോ. ഒരുപക്ഷെ പൃഥ്വിയുടെ അമ്മ മല്ലിക സുകുമാരനൊക്കെ ഈ സീൻ കരയാതെ എങ്ങനെ കണ്ടു കാണും എന്ന് പോലും ഓർത്തുപോയി പൃഥ്വിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ. ഒരുപക്ഷെ അവരും ഒരുപാട് കരഞ്ഞു കാണും. അവാർഡുകളൊക്കെ ഈ ചിത്രത്തിൽ പൃഥ്വിരാജിന് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചോദ്യമാണ്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രേക്ഷകരുടെ അവാർഡ് അത് മുഴുവൻ പൃഥ്വിരാജ് ഇപ്പോ തന്നെ നേടിക്കഴിഞ്ഞു. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് നമ്മൾ കാണുന്നത്. ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിക്കിനി ബ്രേക്ക് ചെയ്യേണ്ട ഒരു നെക്സ്റ്റ് ലെവൽ അത് നജീബാണ്. അത്ര പെർഫെക്ഷൻ പൃഥ്വിരാജ് എന്ന നടൻ അല്ലെന്ന് പോലും തോന്നിപ്പിച്ച ചില മൊമെന്റുകളൊക്കെ ഉണ്ട്. ഒരുപാട് വർണ്ണിച്ച് ബോറാക്കുന്നില്ല, കണ്ടാസ്വദിക്കുക. പൃഥ്വിയുടെ ലെവൽ എത്തിയില്ലെങ്കിലും പൃഥ്വിയെ പോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ആക്ഷൻ ഉണ്ട് ചിത്രത്തിൽ, ഗോകുൽ. പുള്ളിയും നല്ല എഫേർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്ര അടിപൊളിയായിട്ടാണ്. അതുപോലെ തന്നെ ചിത്രത്തിലെ ജിമ്മി ജീൻ ലൂയിസ് എന്ന ആക്ടർ, പുള്ളിയുടെ പെർഫോമൻസും കയ്യടി അർഹിക്കുന്നുണ്ട്. അമലാപോളും വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ താലിബ് അൽ മലൂഷി, റിക്കബി എന്നിവരുടെ ഖലീസി കഥാപാത്രങ്ങളും ഓർമ്മയിൽ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോ ഒരുപാട് ആക്ടേഴ്സ് വേറെ ഉണ്ട്, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കിയാൽ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് വീണ്ടും സമയം കളയുന്നില്ല. പക്ഷെ എടുത്തു പറയേണ്ടുന്ന ഒരു പേരാണ് സുനിൽ KS എന്ന ഛായാഗ്രാഹകന്റേത്. കാരണം ഇതുവരെ നമ്മൾ പല സിനിമകളിലും കണ്ട മരുഭൂമിയുടെ ഫ്രെയിമുകൾ ഒന്നുമല്ല. ആട് ജീവിതത്തിൽ മരുഭൂമിയുടെ ഓരോ ഫ്രെയിമും അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭീകരതയും ഒക്കെ അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചു തരുന്നത്. നജീബിന്റെ ജീവിതവും സുനിൽ നമ്മളെ കാണിക്കുമ്പോൾ നമ്മളും നജീബിനൊപ്പം അവിടെ ഉണ്ടെന്ന് ഫീല് നമുക്ക് ചെയ്യും. അതുപോലെ തന്നെ AR റഹ്മാൻ മനോഹരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഈ ചിത്രത്തിലേക്ക് അദ്ദേഹത്തിനെ വിളിച്ചത് അദ്ദേഹത്തിന്റെ കഴിവ് ഒരിക്കൽ കൂടി മൂർച്ച കൂട്ടി എടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും കിടിലൻ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ സൗണ്ട് ക്വാളിറ്റി, ഉറപ്പായും നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഒരു മികച്ച സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. കാരണം റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് ഡിസൈനിങ് എന്താണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനം പോലും അദ്ദേഹം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുക, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ചിത്രത്തിലെ കോസ്റ്റ്യൂം, മേക്കപ്പ്, കലാസംവിധാനം, പ്രൊഡക്ഷൻ എല്ലാം പെർഫെക്റ്റ്. ഇങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാവുന്ന ഇത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള സിനിമ അത് വെല്ലകാലത്ത് മാത്രമേ മോളിവുഡിന് കിട്ടുന്നത്. പക്ഷെ ഈ വർഷം മോളിവുഡിന്റെ ഭാഗ്യവർഷമാണ്. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആട് ജീവിതം എന്ന സിനിമ. സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ആട് ജീവിതം തൊട്ടടുത്ത നല്ലൊരു തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കുക. കാരണം തിയേറ്ററിൽ നിങ്ങൾ ഫാമിലിയോടോ ഫ്രണ്ട്സിനോ ഒപ്പം ഉറപ്പായിട്ടും കാണണം. കണ്ടില്ലെങ്കിൽ നഷ്ടമെന്നേ പറയാനുള്ളൂ. ബിക്കോസ് ആട് ജീവിതം ഈസ് എ വെരി ബെസ്റ്റ് ക്ലാസിക് ഇൻ ദിസ് ഇയർ. തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കുക ആട് ജീവിതം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽ.